വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ കൊക്കോപ്പഴം റംബൂട്ടാനൊക്കെ കൊക്കോപ്പഴം ഉണ്ടാക്കണം, അതേപോലെ റംബൂട്ടാനൊക്കെ പൂവിട്ടിക്കണം. അപ്പോൾ ഇന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ റംബൂട്ടാൻ്റെ തെയ്യ്. അപ്പോൾ റംബൂട്ടാൻ ഇതാ ഇവിടെ പൂവിട്ടിക്കണം, അതേപോലെ മേലും പൂവിട്ടിക്കണ്, അവിടെ മേലൊക്കെ പൂവിട്ടിക്കണേ. ഇതാ ഇവിടെ എങ്ങനെയുണ്ട്, ഇവിടെ അങ്ങനെയൊക്കെ പൂവിട്ടിക്കണേ, മേലൊക്കെ പൂവിട്ടിക്കണേ. റംബൂട്ടാൻ ഞങ്ങൾ വളാഞ്ചേരിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു പറഞ്ഞിരുന്നു 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂവിടുന്നു. അത് കറക്റ്റ് 2 കൊല്ലം ആയപ്പോൾ ഇത് പൂവിട്ടിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തുനിന്ന് ഇതാ ഇവിടെ കൊക്കോ ഉണ്ട്, ഇതുമ്പോൾ കുറേ ഉണ്ടായിക്കണ്. ഇതാ ഇവിടെയും കുറേ ഉണ്ട്, പിന്നെ അതാ മേലെയും ഇവിടെയൊക്കെ ഉണ്ട്. അതിൻ്റെ ആ സൈഡിലൊക്കെ ഉണ്ടായിക്കണേ. ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടായിട്ട് ഞങ്ങള് ചോക്ലേറ്റ് ഒക്കെ ആക്കിന്ന്, നല്ല അടിപൊളി ചെയ്യുന്നു. പിന്നെ ഇതാ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഇത് നല്ല വലിപ്പം വെക്കും. ഇത് ഞങ്ങളെ സിറ്റ് ഔട്ടിന്റെ തൊട്ട് മുമ്പിൽ നല്ല തണലൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ കുഴിച്ചിട്ട തക്കാളിയാണ്, കൊറേ ഉണ്ടായിക്കണേ. ഇത് നല്ല വലുപ്പമാണ്, ഇത് മൂപ്പിക്കൊന്നില്ല, മൂക്കുമ്പോ ആ വീട് വിടുണ്ട്. ഇത് ഞങ്ങൾക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടിയാണ്. അത് ചെറിയ തെയ്യിന്ന് കുഴിച്ചിട്ട് വളമൊക്കെ ഇട്ടിട്ട് ഇത്ര വലിപ്പം വെച്ചത്. ഉമ്മ കുഴിച്ചിട്ട കറ്റാർവാഴൻ്റെ തെയ്യാണ്. കുറേ ആകെ ഒരു തെയ്യ് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഉമ്മമാൻ്റെ കൊടിയിൽ. അപ്പോൾ അത് കുറേ ഉണ്ടായി. പിന്നെ അത് ഞങ്ങൾ ഇത് ബിരിയാണി വെക്കുമ്പോൾ മേലെ ഇടുന്ന സാധനമാണ്, പേരൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിയ തെയ്യ് കാണിച്ചു തരാൻ പോവാണ്. ഞാൻ ഉണ്ടാക്കിയത് ആ സൈഡിലാണ്. അപ്പോൾ അങ്ങനത്തെ സാധനം അവിടെ ഇവിടെ ഒന്നുകൂടി ഉണ്ടാക്കണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. ഇത് പയറെന്തോ ആണ് പേര്, ഇത് മുളക്, ഇതുപോലെ മുളക് ഉണ്ടായിക്കണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അമ്മ 2-3 വഴുതനങ്ങ ഉണ്ടായിക്കണ്. നമ്മൾ കുറേ വഴുതനങ്ങ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇന്നലെ കുറച്ച് പൊട്ടിച്ച്. ഇവിടെ അതേപോലെ ഓളുണ്ടാക്കിയ തക്കാളി പൊടിച്ചിക്കണ്, അങ്ങനെ കിട്ടിയതാണ്. കുറച്ചായിട്ടുള്ളൂ ഇത് വെച്ചിട്ട്, അതുകൊണ്ടാണ് ഇതുമ്മ ഉണ്ടാവാത്തത്. ഇവിടെയൊക്കെ കുറേ വഴുതനങ്ങ ഉണ്ടായിക്കണ്. പിന്നെ ഇപ്പോൾ ഒരു തെങ്ങിൻ തൈ വാങ്ങിയതാണ്, അത് പെട്ടെന്ന് ഉണ്ടാവും പറഞ്ഞിട്ട് വാങ്ങിയാണ് വളാഞ്ചേരിയിൽ നിന്ന്. ഞാൻ കുഴിച്ചിട്ടതാണ്. ഇതാ ഞാൻ കുഴിച്ചിട്ട് വഴുതനങ്ങ ഒരു പൂവൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഇതൊക്കെ ഞാൻ കുഴിച്ചിട്ടതാണ്. ഇവിടെ ഒരു മാവിൻ തൈ ഉണ്ട്, ഇത് 2 കൊല്ലത്തിന്റെ ഉള്ളിൽ കായ്ക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പൊട്ടത്തി അത് പ്ലാവാണ്, എനിക്ക് ഇത്ര അന്തല്ലേ. ഇത് പ്ലാവാട്ടോ. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.